ഇത് ബ്രാൻഡ് ന്യൂ 500 റുപ്പീസിൻ്റെ നോട്ടാണ്. ഞാനിത് ചുരുട്ടി ചുളുക്കി. ഈ ചുളുങ്ങിയ ഈ നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 500. ഇത് ഞാനിങ്ങനെ ചുരുട്ടി കൂട്ടിയത് കൊണ്ട് ഇതിൻ്റെ ഒരു പൈസ വാല്യൂ പോലും കുറഞ്ഞിട്ടില്ല. ദിസ് ഈസ് 500 റുപ്പീസ് വാല്യൂ നോട്ട്. വാല്യൂയിൽ ഒരു മാറ്റമില്ല. ഇനി ഞാനിത് അഴുക്കുവെള്ളത്തിലിടുകയാണ്. അഴുക്കുവെള്ളത്തിൽ മുക്കി. ഏറ്റവും മോശം വെള്ളമാണേ, നനഞ്ഞ്. ഇപ്പം എൻ്റെ വാല്യൂ എത്രയാണ്? എൻ്റെ വാല്യൂയിൽ ഒരു മാറ്റമില്ല. 500 രൂപയുടെ വാല്യൂ ഉണ്ട്. 500ൻ്റെ വാല്യൂ ഉണ്ട്. ഇത് അഴുക്ക് വെള്ളത്തിൽ മുക്കിയതുകൊണ്ടോ, ഇത് ചുരുട്ടി കൂട്ടിയതുകൊണ്ടോ, ഇത് താഴെയിട്ട് ചവിട്ടി അരച്ചതുകൊണ്ടോ, ഇത് തുപ്പിയതുകൊണ്ടോ ഇതിന് ഒന്നും നഷ്ടപ്പെടുന്നില്ലെന്നുള്ളതാണ്. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത് മാൻ മെയ്ഡ് തിങ് ആണ്. ഇത് മനുഷ്യരുണ്ടാക്കിയതാണ്. ഈ മനുഷ്യരുണ്ടാക്കിയ 500ൻ്റെ നോട്ടിന് എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ഇതിനോട് ചെയ്താലും ഇതിൻ്റെ വാല്യൂ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മാൻ മെയ്ഡ് തിങ് ഒന്നുമല്ല, വി ആർ ഗോഡ് മെയ്ഡ് തിങ്. നമ്മുടെ വാല്യൂ നഷ്ടപ്പെടും. ആരെങ്കിലും നമ്മളെ കളിയാക്കി, ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തു, ആരെങ്കിലും നമ്മളെ ചവിട്ടി അരച്ചു, ആരെങ്കിലും നമുക്കെതിരെ മോശം പറഞ്ഞു, നമ്മുടെ പേര് ചീത്തയാക്കി, വി ആർ ട്രാമ്പിൾ ഡൗൺ, വി ആർ ത്രാഷ്ഡ് ഔട്ട്, വി ആർ ക്രിട്ടിസൈസ്ഡ്. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് അവർ വാല്യൂ ബിക്കോസ് വി ആർ ഗോഡ് മെയ്ഡ്. മനുഷ്യരുണ്ടാക്കിയ സാധനങ്ങൾക്ക് വില നഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടാക്കിയ സാധനത്തിന് എങ്ങനെ വില നഷ്ടപ്പെടും? ഇന്ന് നമ്മുടെ വാല്യൂവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ഗോസ്പൽ നമ്മോട് പറയുന്ന അതാണ്. യു ആർ ദ ഹിഡൻ ട്രഷേഴ്സ് ഇൻ ദ ഫീൽഡ്. വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി. വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി എന്താ? നമ്മളാണ് വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി. വി ആർ ദ ട്രഷേഴ്സ്. നമ്മളാണ് യഥാർത്ഥ നിധി. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ വാല്യൂവിനെ കുറിച്ച്, നമ്മുടെ ലൈഫിൻ്റെ ട്രഷറിനെ കുറിച്ച് നമ്മൾ ബോധേഡല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നില്ല, ഞാൻ കൊള്ളൂല, എനിക്കത് പറ്റില്ല, എനിക്ക് കമ്പയർ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ല. വി ആർ മെയ്ഡ് ബൈ ഗാഡ് ആൻഡ് വി ഹാവ് ദാറ്റ് വാല്യൂ ആൻഡ് വി ആർ ദ ട്രഷേഴ്സ്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾ മറച്ചു വയ്ക്കപ്പെട്ട നിധിയല്ല, കണ്ടെടുത്ത നിധിയായിട്ട് മാറണം. നിങ്ങളെല്ലാവരും ലോകകപ്പ് ഫുട്ബോൾ കളി കണ്ടില്ലേ? അങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ കളി കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊക്കെ ഒരുപാട് ആവശ്യം തന്ന കുറേ കളിക്കാരൊക്കെ ഉണ്ട് ഇല്ലേ? അവരൊക്കെ ഇങ്ങനെ ക്ലോസ്ലി ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട CR7, ഇവരൊക്കെ നോക്കിയേ. ഇവരൊക്കെ ദേ വർ ബോൺ പൂർ ആക്ച്വലി. അവർ വളരെ പാവപ്പെട്ടൊരു ഫാമിലിയിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്നത്. ഈ കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിന് പോലും കാശുണ്ടായിരുന്നില്ല. ഒരു പിസ്സയിലെ ഒരു സ്ത്രീ ആയിരുന്നു ഇവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുമായിരുന്നു. ബാക്ക് ഡോറിൽ കൂടി വരുമ്പോൾ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അവരൊക്കെ നന്ദിയോടെ CR7 ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്ക് ഫിനാൻഷ്യലി ദേവർ പൂവർ. പക്ഷെ അവരെങ്ങനെ കം ഔട്ടായി? മെസ്സിയുടെ ലൈഫ് നോക്കിയേ. മെസ്സിക്ക് ഗ്രോത്ത് ഹോർമോൺസ് ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. 18 വയസ്സിലാണ് വളരെ റെയർ ആയിട്ടുള്ള ഈ ഡിസീസ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ എല്ലാ ദിവസവും ഇവർക്ക് ഹോർമോൺ ഇത് ഇൻജക്ട് ചെയ്യണം. ഒരുപാട് പൈസ വരുമായിരുന്നു. അതൊരു വലിയ ഫിനാൻഷ്യൽ ബേർഡൻ ആയിരുന്നു മെസ്സിയുടെ ഫാമിലിക്ക്. അവസാനം ഇദ്ദേഹത്തിൻ്റെ സ്കില്ല് കണ്ടിട്ടാണ് ബാർസലോണ ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്നതും മെസ്സി എന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഫിസിക്കലി പ്രോബ്ലം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഏറ്റവും നമ്മൾ യങ്സ്റ്റേഴ്സാണ് സ്പെയിനിലെ യാമാലിൻ്റെ കളിക്കാരൻ. ഈ യാമാൽ എന്നുള്ള കളിക്കാരൻ 19 വയസ്സേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ ചെറുപ്പക്കാരനായ കളിക്കാരൻ കയറിയിരിക്കുകയാണ്. ഇനി ഇവൻ്റെ ഫാമിലി നോക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ലെമിൻ യാമാൽ എന്നുള്ള പേര് തന്നെ, അത് ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ഇവരുടെ ഫാമിലി ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു. ആ സമയത്ത് ഇവരെ ഫിനാൻഷ്യലി ഇമോഷണലി സഹായിച്ച 2 ഫാമിലി ഫ്രണ്ട്സിൻ്റെ പേരെടുത്തിട്ടാണ് ഈ കുഞ്ഞിനിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവരെല്ലാവരും തന്നെ വളരെ ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്ന ആൾക്കാരാണ്. ഫിനാൻഷ്യലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ തകർക്കപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഹിഡൻ ട്രഷേഴ്സ് പിന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഫുട്ബോൾ ഫീൽഡിലെ വലിയ നാഷണൽ ട്രഷേഴ്സ് ആയിട്ട് മാറുകയാണ്. ഇറ്റ് ഈസ് ദെയർ. അബ്ദുൽ കലാം ഒരു വലിയ കുട്ടികളുടെ ഗ്യാതറിങ്ങിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുട്ടി എഴുന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദ മേജർ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ? അതാ ചോദ്യം. വാട്ട് ഈസ് ദ മേജർ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ? അബ്ദുൽ കലാം പറഞ്ഞു, യു ഗൈസ്, you are the major strength of India. 600 million youth of India is the major strength. നമ്മളാണ് മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മളാണ് ട്രഷർ എന്ന് പറയുന്നത്. ഈ നോട്ട് ഇത്
മാൻ മെയ്ഡാണ്, ഇതിന് ഒരിക്കലും വാല്യൂ നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ഗോഡ് മെയ്ഡ് ആയിട്ടുള്ള നമ്മൾക്ക് നെവർ വി വിൽ ലൂസ് അവർ വാല്യൂ. അണ്ടർസ്റ്റാൻഡ് യുവർ വാല്യൂ ആൻഡ് ബിക്കം ട്രഷേഴ്സ്, നാഷണൽ ട്രഷേഴ്സ്, ഗോഡ്സ് ട്രഷേഴ്സ്. ഹാപ്പി സൺഡേ.